വെൽക്കം ടു മോമോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ്. ഞാനും മോൻസും കൂടി പള്ളിയിൽ പോവാം. കുറേ നാളായി ഇവിടുത്തെ ജർമ്മൻ ചർച്ചിലെ ഒരു വീഡിയോ എടുക്കണമെന്ന്, ബട്ട് ഇതുവരെ നടന്നില്ല. കുറച്ച് ക്ലിപ്പ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകൾ കാണിച്ചു തരാം. നൈസാണ്. മോൻസ് കാറെടുക്കാൻ പോയേക്കുക. ഞാൻ ലേറ്റായി കൈസ്. അവിടെ മോൻസ് വ്ളോഗിൽ ഇൻട്രോ ഇല്ലാത്തത്. ലേറ്റ് കമേഴ്സ് എന്നും ലേറ്റ് ആയിരിക്കുമല്ലോ. പള്ളിയിൽ ഇന്ന് ലേറ്റാണ്, കാരണം ഇന്ന് പള്ളിയിൽ എനിക്ക് ഇപ്പം 11:20 11:30 കുർബാന. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. ഞാൻ എന്നാൽ വേഗം പോട്ടെ, മോൻസിൻ്റെ വായിരിക്കുന്ന കേൾക്കട്ടെ. ഇന്ന് പെന്തക്കോസ്തേ ആയതുകൊണ്ട് പള്ളി നിറച്ചു ആൾക്കാരായിരുന്നു. ആദ്യമൊക്കെ ഈ പള്ളിയിൽ പോകുമ്പോൾ നല്ല ബോറടിയായിരുന്നു. ഇപ്പം 4 വർഷമായി. ഇപ്പോൾ ഈ പള്ളിയിൽ ഒരാഴ്ച മിസ്സാക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പോയില്ലെങ്കിൽ നല്ല വിഷമമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ പോകുന്ന സെയിം വൈബാണ് ഇപ്പോൾ. നമ്മൾ പള്ളിയിലെ കഴിഞ്ഞ് ഇറങ്ങി കൈസ്. പള്ളിയിലെ കുർബാന ഫുൾ എടുക്കാനൊന്നും പറ്റില്ല. അന്ന് ഞങ്ങൾ കയറിയപ്പോൾ പള്ളി നിറച്ചു ആൾക്കാരാണ്. ഞങ്ങൾ ബാക്കിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇന്ന് പള്ളിയിൽ മോൻസ് പ്രാർത്ഥിച്ചു. ഒരു സുഖമില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ബാക്കിൽ ചെയറൊന്നും ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു. ഫുൾ ആൾക്കാർ. ഞങ്ങൾ തിരിച്ചു പോവാം. ഇന്ന് പള്ളിയിൽ കഴിയുന്നവർക്ക് കേക്ക്സും ചായയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ വീട്ടിൽ പോവാം. എന്തുവാ നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ പള്ളി ചാപ്പല്. എൻ്റെ ഫോട്ടോ, എനിക്കൊരു ഫോട്ടോ എടുത്തു ഇവിടെ. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പാർക്ക് ഷൈൻ ചെയ്യണം. പാർക്ക് ഷൈൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വേണം നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ പോവാം. പള്ളിയിലൊക്കെ കഴിഞ്ഞു. മനസ്സിലെങ്ങനെ ഇരിക്കണേ. ഇന്ന് പള്ളിയിൽ നല്ല ചൂടായിരുന്നു. പള്ളി നിൽക്കാൻ മേലായിരുന്നു. ചൂടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം കാപ്പിയും ചായയും കുടിക്കാൻ നിന്നില്ല. നമ്മൾ ഇനി വീട്ടിൽ പോയി എന്താ കഴിക്കും? നമ്മൾ ഫുഡ് കഴിക്കും. ഉച്ചയായില്ലേ, ഇപ്പം സമയം 12:30 ഇന്ന് 11:00 സാധാരണ ഞങ്ങൾ പള്ളി തുടങ്ങുന്നത്. ഇന്ന് 11 മണിക്ക് തുടങ്ങിയോണ്ട് ഞങ്ങൾ ലേറ്റ് കമേഴ്സ് ആയിരുന്നു പള്ളിയിൽ. അതുകൊണ്ട് ലാസ്റ്റ് നിന്നാണ് കുർബാന എല്ലാം കണ്ടത്. കുറച്ചേ കണ്ടുള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിൽ പോയി ബിരിയാണി കഴിക്കും.
ബിരിയാണി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കേട്ടോ. ബിരിയാണി കഴിക്കും. ഇന്ന് ബിരിയാണി കഴിച്ച് റെസ്റ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ വൈകിട്ട് എവിടെ പോവും? സിനിമയ്ക്ക് ദൃശ്യം കാണാൻ. നമ്മൾ വൈകിട്ട് ദൃശ്യം കാണാൻ പോവാ. ദൃശ്യം 3 ദൃശ്യം കാണാൻ പോവാണ് കൈസായിട്ട്. നമുക്കിനി അന്നേരം ബാക്കി വീഡിയോ എടുക്കാം. ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. പള്ളിയിലെ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെ പോലെ പള്ളിയിലെ കഴിയുമ്പോൾ മിണ്ടാൻ കുറേ ആൾക്കാരാണ്. എൻ്റെ പിള്ളേർ സെറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും നേരത്തെ പോകേണ്ട എനിക്ക് ആരെയും കാണിക്കാൻ പറ്റിയില്ല. കമ്മൽ കാണുന്ന ഭംഗിയില്ലേ? ഇത് എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്. ഇത് മോനൂസിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്. രണ്ടും ക്യൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ മേടിക്കും, ഞാൻ തന്നെ പറയും. പിന്നെന്താ പറയാനുള്ളത്? ഇവരൊന്നും പറയില്ല. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സമ്മർ ഡ്രസ് ഇടുന്നത്. നല്ല ഇന്നത്ര ഡിഗ്രിയാ? 28 ഡിഗ്രി, ഓൾമോസ്റ്റ് 28 ഡിഗ്രി നമുക്കിന്ന്. അതുകൊണ്ട് ഇന്ന് സമ്മർ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പറ്റി. ഓക്കെ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ പോവാം, ഫുഡ് കഴിക്കും, എന്നിട്ട് ബാക്കി വീഡിയോ ആയിട്ട് എടുക്കാം. എന്താ ഇത് കഴുകാനോ? നമ്മുടെ വീട് കണ്ടാ സെക്കൻഡ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അല്ല, ഇത് ഗ്രൗണ്ട് ഫ്ലോർ, മേളത്തെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിനാണ് ഞാനും ബിബിനെന്തേ. യെസ്, മോനുസേ എന്ത് ചെയ്യുവാ? മോനുസ് കാറിൻ്റെ അലോയ് ക്ലീൻ ചെയ്യുവാണ്, പാവം. എൻ്റെ ഹെൽപ്പ് വേണോ? മോനുസിന് എൻ്റെ ഹെൽപ്പ് വേണ്ട. കൈസ്, നിങ്ങൾ ആ വീട് കണ്ടോ? ആ വീട്ടിലെ സാധനങ്ങൾ നോക്ക്. ഈ വീട്ടിലെ പുള്ളിക്കാരി എല്ലാ സീസണിലും, അതായത് വിൻ്റർ, സമ്മർ, ഹാപ്സ്റ്റർ, എല്ലാ സീസണിലും പുള്ളിക്കാരി ഇങ്ങനെ അവരുടെ ഗാർഡനിങ് ഓരോ ഡെക്കറേഷൻ വെക്കും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പശുക്കുട്ടിയും ആട്ടിൻകുട്ടിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് മേടിക്കാൻ തന്നെ എനിക്ക് ബാൽക്കോൺ ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല നൈസാണ് കാണാൻ. നമ്മൾ സിനിമയ്ക്ക് പോവാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ദൃശ്യം 3 ആണ്. സിനിമയ്ക്ക് പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ ഓട്ടോബാനില്ല. നമുക്ക് തിയേറ്ററിൽ പോകണമെങ്കിൽ ഞങ്ങളൊരു ഡോർഫിലാണ് താമസിക്കണം, ഒരു വില്ലേജിൽ. അവിടുന്ന് ഡോർഫിലേക്ക് പോകണം സിനിമ കാണണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഓട്ടോബാൻ കിടന്നാണ് സിനിമയ്ക്ക് പോകുന്നത്. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് അവിടെ എത്താൻ വേണ്ടി വേഗം എത്താം. കുറച്ച് കാര്യം ചോദിക്കാം. നമ്മൾ ആദ്യമായിട്ട് കണ്ട സിനിമ മനസ്സിലാ? ഏതാ? ഉണ്ടാ, അതേതാ? പൃഥ്വിരാജിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ്. അയ്യോ, ഇത് മറ്റേ പൃഥ്വിരാജിന്റെ ആലിസിൻ വണ്ടർലാൻഡോ? ജെയിംസ് ആൻഡ് ആലിസൺ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു, കോട്ടയത്ത് വെച്ച് നമ്മൾ പോയി കണ്ട സിനിമയാണ്. എൻ്റെ ഒരു ബെസ്റ്റിയും കൂടി ഉണ്ടായിരുന്നു. സെക്കൻഡ് സിനിമ ഏതാ മോശെ? സെക്കൻഡ് സിനിമ എനിക്ക് ഓർമ്മയില്ല. സെക്കൻഡ് സിനിമ ബാഹുബലി. അതും കോട്ടയത്ത്. ഞാൻ കോട്ടയത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പം അവിടെ വെച്ചാണ് സിനിമയൊക്കെ കണ്ടത്. കഴിഞ്ഞ എന്തൊക്കെ കഥകൾ എനിക്ക് പറയാനുണ്ടെന്നറിയാം നമ്മുടെ ഒരു ലവ് സ്റ്റോറിയിൽ. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ എല്ലാം ഇപ്പം വീട്ടിലറിയാം. പക്ഷെ ഞാൻ പറയും കേട്ടോ, എനിക്ക് നമ്മുടെ ഒരു ലവ് സ്റ്റോറി വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞാൽ ആരും കാണാനില്ല. ഞാൻ ഈ ഗൈസ് എന്നൊക്കെ വിളിക്കും. മോളിച്ചേക്ക് ഏത് ഗൈസ് എന്നൊക്കെ.
അതുകൊണ്ട് കുറച്ച് ഗൈസ് ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ സ്റ്റോറി ഒക്കെ പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറേ ഉണ്ട് എനിക്ക് പറയാനുണ്ട്. വലിയൊരു കഥയാണ് അങ്ങനെ ലവ് സ്റ്റോറി. ഓക്കെ, നമുക്ക് 7:30ക്കാണ് ഷോ. 7:15 അപ്പത്തേക്ക് എത്തുമായിരിക്കും. ഓക്കെ ഗൈസ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ സമ്മർ തുടങ്ങി. ഇന്ന് എൻ്റെ 2ാമത്തെ ഔട്ട്ഫിറ്റാണ്. ഞാനും മോൻസ് പക്ഷേ യെല്ലോ കേട്ടോ. മോൻസ് യെല്ലോ, ഞാനും യെല്ലോ. വെയിലത്തിരിക്കും. മോൻസിന് സൺ കിസ്റ്റ് അടിക്കുന്ന പോലെ ഗ്ലോ, മുഖത്ത് നാച്ചുറൽ ഗ്ലോ. പക്ഷെ ഇത് കുഞ്ഞു ഓട്ടോബാന, കുറച്ചുകൂടി വീതിയുള്ള ഓട്ടോബാൻ ഉണ്ട്. അതിൽ പോകാൻ രസം. അതിലാകുമ്പോൾ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും. ഇപ്പൊ മോൻസ് കുഞ്ഞു സ്പീഡിലാണ് പോകുന്നത്. വണ്ടി ഉള്ളതുകൊണ്ടാണ്. നോക്കൂ. തിയേറ്ററിന്റെ പാർക്ക് പാച്ചിലെത്തി. പാർക്കിംഗ് സ്ഥലത്ത് നമ്മൾ 40 മിനിറ്റിന്റെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്കൊരു കാർഡ് കിട്ടും. കാർഡ് മേടിച്ചു. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയി. നമ്മൾ എന്താ മോൻസ് പറയാനുള്ളേ? വണ്ടി ഓട്ടോ പാർക്കിംഗ് ആണ്. മോൻസിന്റെ മാജിക്. മോൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അയ്യോ, ഇതിന് ആദ്യമായിട്ടല്ല കാണുന്നത്. പക്ഷെ എനിക്കിത് എപ്പോൾ കണ്ടാലും ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീല് തരും. ഈ സ്റ്റിയറിങ് തന്നെ കറങ്ങുന്ന കാണുമ്പോൾ രസം. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ ഏത് ഐബിയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ ഗൈസ്, എനിക്കുണ്ടല്ലോ ഞാൻ വലിയൊരു ബാഗ് കൊണ്ടൊക്കെ അറിയിക്കുന്നത്. ഈ ബാഗിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരണം എന്നുണ്ട്. പക്ഷേ സമയം പോയി. 7:13 ഇപ്പം 7:15 നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ തിയേറ്ററിൽ വെച്ച് സമയം ഉണ്ടെങ്കിൽ 3 ദിവസം എടുത്ത് തരാമെന്ന് പറഞ്ഞു. തരുമോ? നോക്കാം. തിയേറ്റർ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലായി. എനിക്ക് കഥ അറിയാം. മുൻസ് പറഞ്ഞു തരട്ടെ. നമ്മള് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ തിരക്ക്. ഞാൻ പേടിച്ചു പോയി. ഞാനാണെങ്കിൽ ഒരു കെട്ട് സാധനം കൊണ്ടാ സിനിമയ്ക്ക് വന്നേക്കുന്നേ. എനിക്കത് കാണിച്ചു കൊടുക്കണം. ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. പിന്നെ ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സീറ്റ് വലിയ സീറ്റല്ലേ മനസ്സേ? പറ, സീറ്റ് എങ്ങനെയാ? സീറ്റിൽ നമുക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടൊക്കെ. എന്താ റിക്ലൈനർ സീറ്റ്? എനിക്ക് അറിഞ്ഞൂടെ എന്ത് സീറ്റാന്ന്. ഞാൻ അതിലിരുന്നിട്ട് ഞാൻ ഒരു തവണ ഇവിടെ വെച്ച് ഈ സെയിം തിയേറ്ററിൽ വെച്ച് ഇരുന്നായിരുന്നു. അതെനിക്ക് ഇഷ്ടമായി. നമുക്കിങ്ങനെ ഉറങ്ങാനൊക്കെ പറ്റും. ഉറക്കം വരുമ്പോൾ നമുക്ക് ഉറങ്ങാം. അടിപൊളിയാ. ഇന്ന് അതിലായിരിക്കാൻ പോകുന്നത്. എന്തോരം ആൾക്കാരെ ഇവിടെ. ശരിക്കും നമ്മൾ നാട്ടില് നമ്മുടെ സ്വന്തം കേരളത്തിൽ സിനിമയ്ക്ക് പോയ ഒരു എഫക്റ്റ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ തിയേറ്ററിൽ പോയാല് ഫുൾ മലയാളം. നല്ല രസമാണ്, നല്ല വൈബാണ്. പിള്ളേരെയൊക്കെ കാണുമ്പോൾ എല്ലാവരും അടിപൊളിയാണ്. ഇവിടെ നമുക്കിങ്ങനെ റെസ്റ്റിങ് ചെയ്യാം. റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ, നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടിയേ. പക്ഷേ ഈ ഫോൺ വെക്കാനൊരു സൗകര്യം ഇല്ല. ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം.
കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ ഈ കാണിച്ചു തരണം എന്തൊക്കെയുണ്ടെന്ന്. മലയാളീസിനെ കാണുമ്പോൾ നാണം വരത്തില്ല, അതാ ഞാനിപ്പോൾ ഇരുന്നപ്പോൾ ഫുൾ ആൾക്കാർ ഒരിത്. ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന്. ഫസ്റ്റ് കഴിക്കാൻ ലേസ്. ഇതിൽ അലൗഡ് ആണോ എനിക്ക് അറിയില്ല, ഞാനെല്ലാം എടുത്തോണ്ട് ലേസ് ഉണ്ട്. പിന്നെ കോളയുണ്ട്, പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ട്, പിന്നെ എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, പിന്നെന്താ ഉള്ളത്, പിന്നെ ഡിയോ ഉണ്ട്, ഹെയർ ക്ലിപ്പ് ഉണ്ട്. അത്രയൊക്കെ ഞാൻ അകത്ത് കയറാൻ പോവാ മോൻസ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബാഗിൻ്റെ അകത്ത് മോനിച്ചിനെ കണ്ട് വഴക്ക് പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ഇത് ഇവിടെ അലൗഡ് അല്ലല്ലോ, പുറത്ത് നല്ല നമ്മള് വഴക്ക് പറയില്ല. നമ്മളിപ്പോ തിയേറ്ററിലാ, അവരെല്ലാം അതുവരെ കയറിയേ. യെസ്, നമ്മൾ കീനോ എന്നാട്ടോ തിയേറ്റർ എന്ന് പറയുന്നത്, കീനോയിലാണ് നമ്മളിപ്പോൾ. നമ്മൾ എൽഫിലാണ്. കേറങ്ങോട്ട്. ഇതാണ് നമ്മുടെ കീനോ. നൈസല്ലേ? ഞാൻ പറഞ്ഞ സീറ്റ് ഇതാണ് ഗൈസ്, മീൻസ് ഇരിക്കുന്നുണ്ടോ? പടം കഴിഞ്ഞു ഗൈസ്. പടം കണ്ടായിരുന്നു മനസ്സിലായി. എനിക്കും ഇഷ്ടമായി. നല്ല ഫാമിലി പടം, കുറെ ആകാംക്ഷയോടെ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പടം കണ്ട് കഴിഞ്ഞു ഗൈസ്. നല്ല രസമുണ്ട് പടം. ഇവിടുന്ന് പറയാനായിട്ട് കൊള്ളായിരുന്നോ പടം? നല്ല പടമായിരുന്നു, സൂപ്പറാണ് ഗൈസ്. മോഹൻലാൽ പൊളി. ഞാൻ പോവാണോ? ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞങ്ങൾ ഇനിയൊന്നുമില്ല. ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായം പറയാം. പടം കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കുന്നു. കാരണം ഒരു സീരിയൽ പോലെ എന്നെല്ലാം അടിക്കുമായിരിക്കും. അങ്ങനെയല്ല, നല്ലതാണ്. പക്ഷെ ഇങ്ങനെ നോക്കി ഇനി എന്താ സംഭവിക്കുക, അങ്ങനെ നോക്കിയിരുന്ന് ഇനി എന്താ സംഭവിക്കണമെന്ന് ഇങ്ങനെ കുറച്ച് കുറേ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്കങ്ങ് ബോറടിച്ച്. പക്ഷെ ലാസ്റ്റ് ആയപ്പം ട്വിസ്റ്റോടെ ട്വിസ്റ്റ്, അപ്പം പടം സെറ്റായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ജോർജ് കുട്ടി പൊളിയാണ്. ഇവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ പൈസ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്കൊരു കാർഡ് കിട്ടും നമ്മൾ കാർ പാർക്കിൽ എൻ്റർ ചെയ്യുമ്പം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര മണിക്കൂർ ഇവിടെ പാർക്ക് ചെയ്തു എന്നറിയുന്നത്. എന്നിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ കാറ് പാർക്ക് ചെയ്യേണ്ട ടിക്കറ്റ് എടുത്തു. എത്ര പേയ്മെൻറ്റ്സ്? 4.5 €. പക്ഷെ ഇത് കുറവാണ് കീനോ ആയതുകൊണ്ട്. ഇനി നമ്മൾ കാർ എടുക്കുന്നു. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
ഞങ്ങൾ വീഡിയോ ഒഫീഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ സിനിമ പോവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സിനിമ നല്ലതാണ്, എനിക്കും ഇഷ്ടമായി. ഞങ്ങൾ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.